Hello examiner family. അപ്പോൾ നമ്മുടെ റീസ്റ്റാർട്ട് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ റീസ്റ്റാർട്ട് പോലെ അല്ലേ കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ കുട്ടികൾക്ക് മിസ് എടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക ചാപ്റ്ററിലെ അല്ലേ നമുക്ക് എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ നന്നായിട്ട് എഴുതി നല്ല മാർക്ക് വാങ്ങിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമായി ദാ മിസ് നമ്മളുടെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കംപ്ലീറ്റ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ ഇതൊരു റീസ്റ്റാർട്ട് ആക്കി എടുത്ത് നന്നായിട്ട് മുന്നോട്ടേക്ക് പോവുക കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദാ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ് മോഷൻ ഇൻ എ പ്ലെയിൻ. ഓക്കെ, അപ്പോൾ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ഈ ചാപ്റ്ററിൽ ഫുൾ ഓൺ വെക്ടേഴ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജാവലിൻ എറിയുന്ന കഥയൊക്കെ പഠിച്ചു അല്ലേ, പ്രൊജക്റ്റൈൽ മോഷനെ പറ്റി നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ യൂണിഫോം സർക്കുലാർ മോഷനെ പറ്റിയൊക്കെ പഠിച്ചു അല്ലേ. ആൻഡ് ഡോട്ട് പ്രൊഡക്റ്റ്, വെക്ടേഴ്സിനെ എങ്ങനെ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ട്രാക്ട് ചെയ്യാം, പാരലലോഗ്രാം ലോ, അതുപോലെ തന്നെ ട്രയാങ്കുലർ ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് പ്രൊജക്റ്റൈലിൻ്റെ ഒക്കെ ഡെറിവേഷനൊക്കെ എന്തായാലും നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഒരു വെക്റ്റർ എന്ന് പറയുമ്പോൾ എന്താ ശരിക്കും വെക്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം അല്ലേ. സെലക്ട് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ഫ്രം ദ ലിസ്റ്റ് ബിലോ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്കെയിലാർ ആൻഡ് വെക്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ വെക്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ വെക്റ്റർ എന്ന് പറയുക. സ്കെയിലാർ ആണെന്നുണ്ടെങ്കിൽ അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഡയറക്ഷൻ ഉണ്ടാവില്ല അല്ലേ മക്കളെ. അപ്പോൾ നോക്കുക, ലീനിയർ മൊമെൻറ്റം, ആംഗുലാർ മൊമെൻറ്റം എന്നൊക്കെ പറയുന്നത് മൊമെൻറ്റം ആണ്. മൊമെൻറ്റത്തിന് ഓഫ് കോഴ്സ് ഡയറക്ഷൻ ഉണ്ട്, വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആണുള്ളത് അല്ലേ. അതുപോലെ തന്നെ ഫോഴ്സിനും ഡയറക്ഷൻ ഉണ്ട്. പക്ഷേ പവർ എന്ന് പറയുന്ന ആൾക്ക് എന്തില്ല, ഡയറക്ഷൻ ഇല്ല എന്ന് നമുക്കറിയാം അല്ലേ. പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി ബൈ ടൈം ആണ്. അപ്പോൾ എനർജി ബൈ ടൈം എന്ന് പറയുമ്പോൾ അതിന് എന്തില്ല മക്കളെ, ഡയറക്ഷൻ ഇല്ലാത്ത ആളാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ പവർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നോക്കുക, ടു വെക്ടേഴ്സ് ആർ സെഡ് ടു ബി ഈക്വൽ ഓൺലി ഇഫ് they have സെയിം എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായിരിക്കണം, അവർക്ക് സെയിം മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ സെയിം എന്തുമായിരിക്കണം, സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആയിരിക്കണം. ഓക്കെ, സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആയിരിക്കണം. റെഡി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ നൾ വെക്റ്റർ ഈസ് എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ എന്താണ് നൾ വെക്റ്റർ എന്ന് വെച്ചാൽ, നൾ വെക്റ്ററിൻ്റെ മറ്റൊരു പേരാണ് സീറോ വെക്റ്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സീറോ വെക്റ്റർ എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് 0 വെക്റ്റേഴ്സിനാണ്. ഇപ്പോൾ 0 ന്യൂട്ടൺ ഈസ് എ നൾ വെക്റ്റർ അല്ലേ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് 0 കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ നൾ വെക്റ്റർ എന്ന് പറയുക. അപ്പോൾ നോക്കൂ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ നൾ വെക്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്, അത് 0 ആണ്. ഓക്കെ, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ നൾ വെക്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മക്കളെ, 0 ആണെന്ന് മനസ്സിലാക്കുക. റെഡി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, വാട്ട് ആർ ദി കണ്ടീഷൻസ് ഫോർ ഇക്വാലിറ്റി ഓഫ് ടു വെക്ടേഴ്സ്. രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആവണം എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന വെക്ടറും അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന വെക്ടറും ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഇവർക്ക് രണ്ടു പേർക്കും സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം അല്ലേ. സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം, അതുപോലെ തന്നെ സെയിം ഡയറക്ഷനും ആയിരിക്കണം. അപ്പോൾ സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം ഡയറക്ഷൻ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയുക. ഇനി നോക്കുക, എ ആൻഡ് ബി ആർ ടു വെക്ടേഴ്സ് ആക്ടിങ് അറ്റ് ആൻ ആംഗിൾ തീറ്റ ആസ് ഷോൺ ഇൻ ദ ഫിഗർ അല്ലെ. ഇവിടെ രണ്ട് വെക്ടേഴ്സ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന് എ വെക്ടർ ആൻഡ് അടുത്തതാണ് നമ്മുടെ ബി വെക്ടർ. അപ്പോൾ എ വെക്ടറും ബി വെക്ടറും എങ്ങനെയായിരിക്കുന്നത്, ഒരു തീറ്റ എന്ന് പറയുന്ന ആംഗിൾ അല്ലേ, ആംഗിളിലാണ് ഇരിക്കുന്നത് നോക്കുക. ഇനി നോക്കുക, മാർക്ക് ദ റിസൾട്ടൻറ്റ് വെക്റ്റർ ആർ, റീഡ്രോ ദ ഡയഗ്രാം ആൻഡ് മാർക്ക് ദ റിസൾട്ടൻറ്റ് വെക്റ്റർ അല്ലേ. ഇതിനെ നമ്മളൊന്ന് റീഡ്രോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്ത് വരയ്ക്കണം നമ്മളുടെ, അപ്പോൾ നോക്കുക, റീഡ്രോ ചെയ്യും. ഇതാണ് ബി വെക്റ്റർ, ഇതാണ് കുറച്ച് ചെറുതാക്കി വരയ്ക്കുക അല്ലേ. യെസ്, ഇതാണ് നമ്മുടെ എ വെക്റ്റർ, ഇതാണ് നമ്മളുടെ ബി വെക്റ്റർ. ഓക്കെ, ദിസ് ഇസ് എ വെക്റ്റർ, ദിസ് ഇസ് ബി വെക്റ്റർ ആൻഡ് ഇവർ തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. സോ നമുക്കറിയാം ഇവരുടെ റിസൾട്ടൻറ്റ് ആംഗിൾ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ആയിട്ടുള്ള വെക്റ്റർ കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് ലോസ് ആണുള്ളത്. ദാറ്റ് ഇസ് പാരലലോഗ്രാം ലോ ഉണ്ട്, ട്രയാങ്കുലർ ലോ ഉണ്ട്. അപ്പോൾ മിസ് ഇവിടെ പാരലലോഗ്രാം ലോ ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, ഇതാ ഇങ്ങനെ വരും. അതുപോലെ ഇതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും അല്ലേ. സോ ദ റിസൾട്ടൻറ്റ് വിൽ ബി ദിസ് വൺ.
ഇതിൻ്റെ ഡയഗണൽ ആയിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ദിസ് വിൽ ബി എ പ്ലസ് ബി അല്ലേ. റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇനി നോക്കുക, റൈറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി റിസൾട്ടൻറ്റ് വെക്റ്റർ ആർ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ? നമുക്കറിയാം രണ്ട് വെക്ടേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. എ പ്ലസ് ബി അഥവാ നമ്മുടെ റിസൾട്ടൻറ്റ് വെക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റയാണ് റിസൾട്ടൻറ്റ് വെക്റ്റർ. ഇനി നോക്കുക, ടു ഫോഴ്സസ് എ ആൻഡ് ബി, മാഗ്നിറ്റ്യൂഡ് 6 ന്യൂട്ടൺ ആൻഡ് 8 ന്യൂട്ടൺ ആർ ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അതായത് രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, 6 ന്യൂട്ടണും 8 ന്യൂട്ടണും, ആൻഡ് ഇവർ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ബിക്കോസ് ദേ ആർ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ 90 ഡിഗ്രി ആണെന്നാണ്. സോ മാഗ്നിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കാൻ വന്നത്. സോ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ദാറ്റ് ഈസ് റൂട്ട് ഓഫ് അല്ലേ, ഫസ്റ്റത്തെ സ്ക്വയർ 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 6 ഇൻറ്റു 8 ഇൻറ്റു കോസ് 90 എന്ന് വരും. ദാറ്റ് ഈസ് ഇയാൾ മൊത്തം 0 ആയി പോകും അല്ലേ. അപ്പോൾ ബാക്കി എന്താ ഉള്ളത്? ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ, അതായത് 36 പ്ലസ് 64 എന്നാണ് വരിക. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 100. എത്രയാ? 10 ന്യൂട്ടൺ വിൽ ബി ദി ആൻസർ. എത്രയാണ് മക്കളെ? 10 ന്യൂട്ടൺ എന്നാണ് നമ്മളുടെ ആൻസർ വരിക. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എങ്ങനെയാണ് എ പ്ലസ് ബി ചെയ്യുക എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ എ പ്ലസ് ബി ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിലേക്ക് നമ്മൾ 2 കൊടുക്കുന്നു. സോ വി ഗോട്ട് ദി ആൻസർ 10 ന്യൂട്ടൺ. അടുത്ത നോക്കുക, ഇഫ് എ ഈസ് പെർപെൻഡിക്കുലർ ടു ബി, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ ഡോട്ട് ബി എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം എ ഡോട്ട് ബി എന്ന് വെച്ചാൽ എന്താ? എ ഡോട്ട് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി കോസ് തീറ്റയാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളോട് തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ് തന്നത്. സോ ദാറ്റ് ഈസ് എ ബി കോസ് 90. കോസ് 90 എന്ന് വെച്ചാൽ 0 അല്ലേ. സോ ഇറ്റ് വിൽ ബി 0 ആയിരിക്കും. അടുത്തത് നോക്കുക, ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ഫോഴ്സസ്. നോക്കുക, രണ്ട് ഫോഴ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവരുടെ ഇടയിലുള്ള ആംഗിൾ ആണ് കണ്ടുപിടിക്കുക അല്ലേ. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തന്നിട്ടുണ്ട് അല്ലേ. ദ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് എഫ് ആൻഡ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാം എഫ് ഡോട്ട് ബി എടുക്കാം. അപ്പോൾ എഫ് ഡോട്ട് ഡി എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഇസ് എഫ് ഡി കോസ് തീറ്റ അല്ലേ. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്താ വരിക? എഫ് ഡോട്ട് ഡി ഡിവൈഡഡ് ബൈ എഫ് ഡി. ഇതെന്താ? ദിസ് ഈസ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ നോക്കാം അല്ലേ. എഫ് ഡോട്ട് ഡി എന്ന് പറയുമ്പോൾ ഇതിനെ രണ്ടിനും മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഇസ് 3 ഇൻറ്റു 5 15 ആൻഡ് 4 പ്ലസ് 4 16. Then minus 5 into 3 minus 15 whole divided by f in the magnitude, that is root of എന്താ 3 square 9 plus 4 square 16 plus minus 5 square 25. അതേപോലെ അടുത്ത് നോക്കൂ, 5 square 25 and 4 square 16 and 3 square 9. So we get 15 and minus 15 gets cancelled. So ഇവിടെ ബാക്കി ആരാ ഉള്ളത്? 16 അല്ലേ. ഇനി താഴെ നോക്കുക, ആരാണ്? റൂട്ട് ഓഫ് ഇത് നോക്കുക, 9 16 25. സോ 25 25 റൂട്ട് 50 ദാറ്റ് ഈസ് 16/50 അല്ലേ. സോ വി ഗെറ്റ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 16/50. ഇതിനെ വേണമെങ്കിൽ കട്ട് ചെയ്താൽ നമുക്ക് എന്താ വരിക? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 8/25 അല്ലേ. പകുതിയാക്കിയാൽ 8/25 എന്നാണ് വരിക. തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 8/25 അല്ലേ. കോസ് ഇൻവേഴ്സ് 8/25 എന്നാണ് നമുക്ക് കിട്ടാം. ക്ലിയർ ആണോ? റെഡി ആണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി ആംഗിൾ ബിറ്റ്വീൻ ഐ പ്ലസ് ജെ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ബി ഐ മൈനസ് ജെ. നോക്കാം, ഐ പ്ലസ് ജെയും ഉണ്ട്, ഐ മൈനസ് ജെയും ഉണ്ട്. സോ നമ്മൾ ഇതേപോലെ തന്നെയാണ് എടുക്കുന്നത്. ദാറ്റ് ഇസ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി. അപ്പോൾ എ ഡോട്ട് ബി ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എ ഡോട്ട് ബി ചെയ്യുമ്പോൾ എന്താ വരിക? 1 ഇൻറ്റു 1 1 1 ഇൻറ്റു മൈനസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 അല്ലേ. 1 മൈനസ് 1 എന്ന് പറയുമ്പോഴേ 0. ദാറ്റ് ഈസ് കോസ് തീറ്റ ഈസ് 0. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു എന്താ? കോസ് ഇൻവേഴ്സ് 0. കോസ് ഇൻവേഴ്സ് 0 എത്രയാ? 90 ഡിഗ്രി. 90 ഡിഗ്രി എന്നാണ് വരിക കേട്ടോ. ദാറ്റ് ഈസ് 90 ഡിഗ്രി, ഓപ്ഷൻ ബി.
ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദാറ്റ് ഈസ് 90 ഡിഗ്രി. ഓക്കെ, 90 ഡിഗ്രിയാണ് കേട്ടോ. റെഡി? അടുത്തത് നോക്കാം. എ ക്രിക്കറ്റ് ബാൾ ഈസ് ത്രോൺ അറ്റ് ദ സ്പീഡ് ഓഫ് 28 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ക്രിക്കറ്റ് ബോളിനെ 28 മീറ്റർ പെർ സെക്കൻഡിലാണ് എറിയാൻ പോകുന്നത്. അപ്പോൾ ഇതെന്താ? പ്രൊജക്ടൈൽ മോഷൻ ആണ് അല്ലേ? അപ്പോൾ നോക്കുക, ക്രിക്കറ്റ് ബോളിനെ എറിയാണ്. യു എന്ന് പറയുന്നത് 28 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എത്ര ആംഗിളാ? 30 ഡിഗ്രി ആംഗിളിലാണ് എറിയുന്നത്. ഓക്കെ, റെഡി? അപ്പോൾ നോക്കുക എന്താ പറഞ്ഞിട്ടുള്ളത്? വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ പ്ലേസ് ഇസ് 9.8. അപ്പോൾ ആക്സലറേഷൻ തന്നിട്ടുണ്ട്. എത്രയാ? 9.8 അഥവാ ജി എത്രയാണ് എടുക്കേണ്ടത്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എടുക്കേണ്ടത്. ഇനി എന്താ? കാൽക്കുലേറ്റ് ദി ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ? അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു 2u sin theta by g അല്ലേ? അപ്പോൾ ടി എന്ന് പറയുന്നത് എന്താ മക്കളെ? 2u sin theta by g ആണ് ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു യു എന്ന് വെച്ചാൽ 28 ആണ്, sin 30 by 9.8 എന്ന് നമുക്ക് കിട്ടും. സോ ഇതിൻ്റെ ഉത്തരം നമ്മൾ ചെയ്ത് നോക്കാം. ഫോൺ എടുക്കുക, ചെയ്യാം അല്ലേ? അപ്പോൾ എത്ര വരാൻ നോക്കാം? 2 ഇൻറ്റു 28 ഇൻറ്റു sin 30. sin 30 ഈസ് √3/2 അല്ലേ? ഇൻറ്റു 1. മിസ്സിന് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് ഏകദേശം 2.86 സെക്കൻഡ്സ് ആണ്. എത്രയാണ് മക്കളെ? 2.86 സെക്കൻഡ്സ് എന്നാണ് മിസ്സിന് കിട്ടിയത് കേട്ടോ. ഓക്കെ, 2.86 സെക്കൻഡ്സ്. യെസ്, 2.86 സെക്കൻഡ്സ് ആണ് കിട്ടുന്നത്. റെഡി? ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 2.86 സെക്കൻഡ്സ് എന്ന് കിട്ടി അല്ലേ? സോ ബി ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്താ? കാൽക്കുലേറ്റ് ദി ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. അപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ച് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2θ ബൈ ജി ആണ് അല്ലേ? അപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ യു എന്ന് വെച്ചാൽ എന്താ? 28 സ്ക്വയർ ഇൻറ്റു സൈൻ 2θ എന്ന് വെച്ചാൽ എത്രയാ? 2 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 9.8. അതായത് 28 സ്ക്വയർ ഇൻറ്റു സൈൻ 60 ഡിവൈഡഡ് ബൈ 9.8 എന്നാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ എന്താ വരിക നോക്കാം അല്ലെ? ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ 28 സ്ക്വയർ ഇൻറ്റു സൈൻ 60 ഇൻറ്റു 69.27 മീറ്റർ. ഏകദേശം 69.27 മീറ്റർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. സോ നമുക്ക് ആൻസർ കിട്ടി. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളിവിടെ ടിയും കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ആറും കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? റേഞ്ചും കണ്ടുപിടിച്ചു, ടൈമും കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എച്ചും കൂടെ കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ എച്ചിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ആണ്. അപ്പോൾ എന്താ വരിക? 28 സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ 30 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.8 എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉത്തരം കിട്ടാൻ 10 മീറ്റർ എന്നുള്ളതാണ് കേട്ടോ. 10 മീറ്റർ. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പക്ഷെ എന്നാലും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി എച്ച് ആണ് ചോദിച്ചിരുന്നെങ്കിൽ അഥവാ മാക്സിമം ഹൈറ്റ് ആണ് ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇത് എഴുതണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A javelin is projected at an angle 30 degree with an initial velocity of 5 meter per second അല്ലേ? അപ്പോൾ ഒരു ജാവലിൻ ത്രോ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ജാവലിൻ ത്രോ ചെയ്യുന്ന ഇനീഷ്യൽ വെലോസിറ്റി ആണ് 5 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ആർ ഇറ്റ്സ് വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ്സ് എന്നാണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഹയസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ഈ പോയിന്റ് ആണ് അല്ലേ? മാക്സിമം ഹൈറ്റ് എത്തുന്ന പോയിന്റ് ആണ്. അപ്പോൾ മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ ആക്സലറേഷൻ അലോങ് എക്സ് ആക്സസ് 0 ആണ്. ആക്സലറേഷൻ അലോങ് വൈ ആക്സസ് എന്ന് വെച്ചാൽ അവിടുത്തെ ജി തന്നെയാണ്. ദാറ്റ് ഇസ് 9 മീറ്റർ പെർ സെക്കൻഡ്. ഇനി മാക്സിമം ഹൈറ്റ് എത്തുന്ന സമയത്ത് വി വൈ എന്തായിരിക്കും? വെലോസിറ്റി അലോങ് വൈ ആക്സസ് 0 ആയിരിക്കും. പക്ഷെ അപ്പോഴും അവിടെ എക്സ് ആക്സിലെ വെലോസിറ്റി ഉണ്ടാവും. ദാറ്റ് ഈസ് യു കോസ് തീറ്റ അല്ലേ? യു കോസ് തീറ്റ എന്ന് വെച്ചാൽ 5 ഇൻറ്റു കോസ് എത്രയാ? 30 അല്ലേ? ദാറ്റ് ഈസ് 5 ഇൻറ്റു √3/2 അഥവാ 2.5 √3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക്
വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മുടെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ മാക്സിമം പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. സോ ഇത് നിങ്ങളൊരു റീസ്റ്റാർട്ടായിട്ട് കാണുക, ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി പറയില്ലെങ്കിലും നോ പ്രോബ്ലം, വീണ്ടും അല്ലേ മിസ്സിൻ്റെ കൂടെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് നമ്മളുടെ റിവിഷൻ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മക്കളെ ഇതാ സമയമായിട്ടുണ്ട്, ഇനി കുറേ നമ്മൾ വെയിറ്റ് ചെയ്യാനില്ല. സോ വേഗം തന്നെ റിവിഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇതായി താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ഓക്കെ മക്കളെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് വേറൊരു റീസ്റ്റാർട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.